ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കം എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ആ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഈ കൊല്ലത്തെ മറ്റൊരു ഗംഭീര ഹിറ്റായിരിക്കും. അമ്മാതിരിയുള്ള ഒരു ട്രെയിലർ. നമുക്കറിയാം, ഒരു പുതുമുഖ നായകൻ്റെ അല്ല നായികയുടെ ചിത്രം തീർച്ചയായും ആളുകളെ അല്ലെങ്കിൽ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കയറ്റാൻ അതിനകത്തിൽ സംഭവമുണ്ട് എന്നുള്ള തോന്നൽ. അത് ജൂഡ് ആൻ്റണി ജോസഫാണ് ഈ ഒരു സിനിമയുടെ സംവിധാനം. വിസ്മയ മോഹൻലാൽ ഒപ്പം മോഹൻലാലും. അവസാന നിമിഷം മോഹൻലാലിൻ്റെ കണ്ണുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ തിയേറ്റർ തീ പിടിക്കുമെന്നുള്ളത്. മോഹൻലാലിൻ്റെ ആ ഒരൊറ്റ സീൻ മതി ഇന്ന് തിയേറ്റർ ആളിക്കത്തിക്കാൻ. മോഹൻലാലിൻ്റെ കാര്യത്തിലല്ല പറയുന്നത്, വിസ്മയയുടെ പ്രകടനം മികച്ച രീതിയിൽ തന്നെ നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ അതിൽ എന്തൊക്കെയോ കൊണ്ട് കാണാൻ തോന്നുന്ന തരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിലേക്ക് തന്നെ നമ്മളെ എത്തിക്കും. എന്തായാലും മികച്ച ഒരു തുടക്കം തന്നെയാണ്. ഇതിനോടകം തന്നെ 1 മണിക്കൂറായി ഈ ട്രെയിലർ ഇറങ്ങിയിട്ട്. മികച്ച അഭിപ്രായം തന്നെയാണ്. അതിനകത്തിൽ തന്നെ എടുത്തു പറയാനുള്ളത്, ഇതിനോടകം തന്നെ 100K ഇതിൻ്റെ വ്യൂസ് വന്നിരിക്കുന്ന 1 മണിക്കൂറിൽ തന്നെ. എന്തായാലും ഇത് പടം ആളിക്കത്തും. വെറും 4 ദിവസങ്ങൾ കൂടെ മാത്രം 7-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ ആണ് ഈ ഒരു അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഇന്ന് ഗംഭീരമായിട്ടുള്ള ആ ഒരു ട്രെയിലർ ലോഞ്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊഴുത്തിട്ടുണ്ട്, മിനുങ്ങിയിട്ടുണ്ട്, മിന്നിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും തുടക്കത്തിൻ്റെ ട്രെയിലർ പ്രതീക്ഷയ്ക്കൊക്കെ മുകളിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ്. എന്തായാലും വിസ്മയ മോഹൻലാൽ ഇവിടെ തകർത്താടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും 4 ദിവസങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം. മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. ഏറെ നാളുകളായി ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ഓരോ മലയാളിയും കാത്തിരിക്കുന്നു. ദേശീയ പുരസ്കാരവും കാര്യങ്ങളുമൊക്കെ നമുക്ക് കണ്ടു. ഇതിനിടയിൽ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ ഒരു നീണ്ട ഇടവേള തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമകളില്ല എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സിനിമകൾ തന്ന മമ്മൂക്കയുടെ വീണ്ടും ഒരു സിനിമ വരുന്നു. അത് മമ്മൂട്ടി കമ്പനിയിലൂടെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ 9ാമത്തെ പ്രൊഡക്ഷനാണ് ഈ ഒരു സിനിമയുടേതായി വരുന്നത്, മമ്മൂട്ടി കമ്പനിയുടേതായി വരുന്ന ചിത്രം. അത് ഒരു വമ്പൻ ചിത്രം തന്നെയാണ്. നമുക്കറിയാം മമ്മൂട്ടി ഒരു ഗ്യാങ്സ്റ്ററായിട്ട് വരുന്നു. അതൊരു കോമഡി ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ രംഗങ്ങളിലൂടെയുള്ള ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് പേര് വരുന്നത്. എന്താണേലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അതിമനോഹരമായി 9ാമത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന ഈ ഒരു ചിത്രം നിതീഷ് സഹദേവുമൊത്ത് നമ്മൾ കാത്തിരുന്ന ചിത്രം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വരുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന ചിത്രമാണ്. നമുക്കറിയാം ലോ ബഡ്ജറ്റ് ചിത്രങ്ങളാണ് മമ്മൂട്ടി കമ്പനിയുടെ മിക്ക ചിത്രങ്ങളും. ബഡ്ജറ്റ് എത്രയെന്നുള്ളതല്ല ഇവിടെ കാര്യം, മികച്ച സിനിമകൾ തന്നു എന്നുള്ളത്. 8 സിനിമകളും മികച്ചത് തന്നെയാണ്. അതിൽ തന്നെ ഏകദേശം 7 അതിമനോഹരമായിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന, ചർച്ച ചെയ്യിപ്പിക്കുന്ന, ലോകമെമ്പാടുമുള്ള ആളുകളെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള സിനിമകൾ തന്നെയായിരുന്നു. 9ാം സിനിമയും മികച്ചതായിരിക്കും, അതിഗംഭീരമായിരിക്കും. മമ്മൂട്ടിയുടെ ഒരു ഗ്യാങ്സ്റ്റർ മൂവി ഇക്കുറി അതിഗംഭീരമായി 100 കോടി തൂക്കുമെന്നുള്ളത് ഉറപ്പിച്ച് തന്നെ. ഈ ഒരു ഗ്യാങ്ങിൽ വരുന്ന ചിത്രത്തിന് വേണ്ടി ഏറെ നാളുകളായി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? അപ്പോൾ മമ്മൂക്കയുടെ അടുത്ത അതിഗംഭീര ചിത്രമാണ് വരുന്നത്. അതിനുവേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഗ്രേറ്റ് മീഡിയാസ്.